ഇന്ന് എൻ്റെ ചേട്ടൻ ദുബായിലോട്ട് പോവുകയാണ്. എയർപോർട്ടിലോട്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫാമിലി ഫുള്ളും പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. 2 കാറിലാണ് ഞങ്ങൾ പോയത്. വീട്ടിലുള്ള ബാക്കി എല്ലാവർക്കും സാഡും എനിക്ക് മാത്രം ഹാപ്പിയാണ്. കാരണം ചേട്ടൻ ഇനി വരുമ്പോഴത്തേക്കും കുറെ ചോക്ലേറ്റ്സും പിന്നെ കുറെ സാധനങ്ങൾ ഞാൻ പറയുന്നതൊക്കെ മേടിച്ചിട്ട് വരുമല്ലോ. പിന്നെ ഞങ്ങളുടെ ഒപ്പം അമ്മയുടെ കസിൻ ചേട്ടനും പിന്നെ കസിൻ ചേട്ടൻ്റെ മോനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ലഗേജ് ഒക്കെ കാറിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ട് നേരെ എയർപോർട്ടിന്റെ ഉള്ളിലോട്ട് വന്ന് എന്നിട്ട് നേരെ പോവാൻ പോകുന്നത് ഈ വെയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെയ് ചെയ്തപ്പോ കറക്റ്റ് 29 kg തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ സന്തോഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെ നമുക്ക് ബബിൾ റാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബബിൾ റാപ്പ് അല്ല, എന്തോ ക്ലിങ് റാപ്പാന്ന് തോന്നുന്നു, എനിക്ക് അറിയാൻ പാടില്ല കറക്റ്റ് പേര്. അങ്ങനെ അത് ബോക്സ് ആ പെട്ടി ഫുള്ള് ആ ഒരു റാപ്പ് ചെയ്തിട്ട് ഞാനും അമ്മയും കൂടെ ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് നേരെ ഒരു കോഫി കുടിക്കാൻ വേണ്ടി പോയി. ഞങ്ങളെല്ലാവരും കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ എയർപോർട്ടിൽ തന്നെ ഒരു ക്ലബ് സുലൈമാനി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഷോപ്പിലാണ് പോയത്. അങ്ങനെ കോഫിക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിനാണ്. എന്നിട്ട് ഞാൻ തന്നെ എൻ്റെ വീഡിയോ തന്നെ എടുക്കുവാണ് ഗൈസ്. ചേട്ടൻ ലാപ്ടോപ്പ് കൊണ്ടുപോകാണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ലാപ്ടോപ്പ് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പ് തിരിച്ചിങ്ങോട്ട് തരുവാണ്. അങ്ങനെ ലാപ്ടോപ്പ് ഒക്കെ കയ്യിൽ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കോഫി വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി കോഫിയായിരുന്നു, നല്ല നൈസ് കോഫിയാണ്, നല്ല എന്താ പറയുക റിഫ്രഷ്മെന്റ് തരുന്ന ഒരു കോഫിയായിരുന്നു. അങ്ങനെ കോഫി എല്ലാം കുടിച്ചിട്ട് ഞാനാണ് പുറത്തോട്ട് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിന്റെ ടൈം നോക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കാണ് ഷാർജ ഫ്ലൈറ്റ് ഡിലൈഡ് ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. 1 AM ഫ്ലൈറ്റ്. അപ്പം 15 minutes ഇപ്പോൾ ഡിലേ ആയിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചേട്ടനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ട് പോവാണ്, അങ്ങോട്ട് യാത്ര അയക്കാൻ വേണ്ടി പോവാണ്. ഞാനാണെങ്കിൽ എൻ്റെ അമ്മയോട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹഗ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതിൻ്റെ ഒരു ഇതാണ്, ആ സീനാണ് ഇവിടെ കാണുന്നത്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഓരോ ചേട്ടനാണെങ്കിൽ അവിടെ കിടന്ന് കരയുന്ന പോലെയൊക്കെ ഇങ്ങനെ അഭിനയിക്കുമായിരുന്നു. അതൊക്കെ കണ്ടിട്ട് അടുത്ത് നിന്ന് ഗാർഡ് വരെ ചിരിച്ചുപോയി. പിന്നെ പപ്പയും ചേട്ടനെ ഹഗ് ചെയ്ത് ബൈയൊക്കെ പറഞ്ഞ്. പിന്നെ ഇതാണ് ഷിബിൻ ചേട്ടനാണ് സഞ്ജുവേട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ ചേട്ടനും ബൈ പറഞ്ഞിട്ട് ചേട്ടനാണെങ്കിൽ മറ്റേ ആ ഒരു പേപ്പറൊക്കെ കാണിച്ചിട്ട് ഗാർഡിൻ്റെ അടുത്ത് കാണിച്ചിട്ട് ചെക്കിങ് ആണോ എന്ന് അറിയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു എൻട്രി ചെയ്യുവാണ് ഉള്ളിലോട്ട്. അവിടുന്ന് ചേട്ടൻ ബൈ പറഞ്ഞിട്ട് അടുത്ത സ്ഥലത്തോട്ട് വന്നിട്ട് അവിടെയും ബൈ പറയും. എന്നാലും കയറി പോകത്തില്ലെന്നാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ പപ്പ എനിക്കൊരു സ്ലോ മോഷൻ വീഡിയോ എടുത്തരാന്ന് പറഞ്ഞിട്ട് പപ്പ എടുത്തരുന്നതാണ്. പക്ഷെ എനിക്ക് ഇവിടെ സ്ലോ മോഷൻ ഇടാൻ പറ്റത്തില്ല, അതിന് കുറെ സമയമുണ്ട്. ചേട്ടൻ ചെക്ക് ഇൻ ചെയ്തത് നേരത്തെ ആയിരുന്നു, കുറച്ച് ലേറ്റ് ആയിട്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിരുന്നു വന്നത്, അതുകൊണ്ട് കുറച്ച് നേരത്തെ ആയിരുന്നു ചേട്ടൻ ചെക്ക് ഇൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോണത് വരെ അവിടെ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ്റെ ഒപ്പം വേറൊരു ചേട്ടനും കൂടെ പോകണ്ട. അപ്പൊ ആ ചേട്ടനും കൂടെ പറഞ്ഞ് വെയിറ്റ് ചെയ്യുമായിരുന്നു ഞങ്ങള്. പിന്നെ ആ ചേട്ടൻ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ വീട്ടിലോട്ടാണ് പോകാനുള്ളത്. അപ്പൊ ചേട്ടൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാലിനെടുത്തിട്ട് അപ്പൊ ഓക്കെ ബൈ.